പിണറായി സർക്കാരിന്റെ കാലത്ത് ധനവകുപ്പ് പല നിർദ്ദേശങ്ങളും മുന്നോട്ട് വെച്ചു. അതായത് BLM കേരള, തമിഴ്നാട്, പോണ്ടിച്ചേരി. പിണറായി സർക്കാരിന് തന്നെ ധനകാര്യ വകുപ്പ് പല നിർദ്ദേശങ്ങളും നൽകിയതാണ്. സൂക്ഷിച്ചു കണ്ടും പണം ചെലവാക്കിയില്ലെങ്കിൽ കേരളം വലിയ രീതിയിലുള്ള ഒരു സാമ്പത്തികമായ പ്രതിസന്ധിയിലേക്ക് പോകുമെന്ന് ധനകാര്യ വകുപ്പ് പല പ്രാവശ്യം ഒരു നിർദ്ദേശം നൽകിയതാണ്. പക്ഷേ അതൊന്നും പിണറായി സർക്കാർ കേട്ടില്ല. അങ്ങനെ വലിയ രീതിയിലുള്ള ഒരു കടക്കണിയിലേക്ക് ട്രഷറി വരെ അടച്ചുപൂട്ടേണ്ട ഒരു സാഹചര്യത്തിലേക്ക് വരെ, ട്രഷറിയിൽ വരെ നിയന്ത്രണങ്ങൾ ഘടിപ്പിക്കേണ്ട ഒരു സാഹചര്യം വരെ ഉണ്ടായി. ഇപ്പോൾ ഭരണം മാറിയെങ്കിലും ഖജനാവ് അങ്ങനെയൊന്നും രക്ഷപ്പെട്ടിട്ടില്ല, അല്ലെങ്കിൽ ആശ്വസിക്കുന്ന ഒരു തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടില്ല എന്നതാണ് ധനകാര്യ വകുപ്പ് തന്നെ ഇപ്പോൾ പറഞ്ഞത്. അതായത് സംസ്ഥാന സർക്കാർ ഇപ്പോഴും കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അടുത്ത ബഡ്ജറ്റിൽ കർശനമായ ചെലവ് ചുരുക്കൽ വേണ്ടിവരുമെന്നും വകുപ്പുകൾക്ക് അയച്ച സർക്കുലറിൽ ധനകാര്യ വകുപ്പ് പറയുകയാണ്. അടുത്ത സാമ്പത്തിക വർഷത്തേക്കുള്ള ബഡ്ജറ്റ് തയ്യാറാക്കാൻ നൽകിയ നിർദ്ദേശങ്ങളുടെ കൂട്ടത്തിലാണ് സാമ്പത്തിക പ്രതിസന്ധിയെക്കുറിച്ചുള്ള ഈ പരാമർശം ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. പ്രതിസന്ധി കണക്കിലെടുത്ത് കടുത്ത അച്ചടക്കം പാലിക്കുന്നതിനുള്ള നടപടികൾ കൈക്കൊള്ളാനും ധനവകുപ്പ് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ശമ്പളം ഒഴികെയുള്ള പദ്ധതി ഇതര ചെലവുകൾക്ക് ഈ വർഷത്തെ അതേ നിരക്കുകൾ തന്നെയായിരിക്കണമെന്നാണ് അടുത്ത വർഷത്തേക്കും നിശ്ചയിക്കേണ്ടത്. ഇതിനായി ലാഭകരമല്ലാത്ത പദ്ധതികൾ ഒഴിവാക്കണം. മാറ്റിവെക്കാവുന്ന അറ്റകുറ്റപ്പണി ചെലവുകളും തത്കാലം ഒഴിവാക്കണം. ഒഴിച്ചുകൂടാൻ പറ്റാത്ത അല്ലെങ്കിൽ അത്യാവശ്യമായ അറ്റകുറ്റപ്പണികൾ മാത്രമേ നടത്താവൂ എന്നതാണ് ഇപ്പോൾ ഒരു നിർദ്ദേശമായി നൽകിയിരിക്കുന്നത്. ആവശ്യമുള്ള അല്ലെങ്കിൽ അത് അനാവശ്യമായിട്ടുള്ള ആഡംബരപൂർണമായ ഒരു പണികളും അല്ലെങ്കിൽ അറ്റകുറ്റപ്പണികളും ഒന്നും വേണ്ട എന്നുള്ള നിർദ്ദേശമാണ് ഇപ്പോൾ സർക്കാർ നൽകിയിരിക്കുന്നത്. അതായത് ധനകാര്യ വകുപ്പ് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. ഇവ പിന്നീട് നമുക്ക് പൈസ വരുന്നതനുസരിച്ച് പരിഗണിക്കാം എന്നാണ് പറയുന്നത്. പദ്ധതികൾ നിർത്തുമ്പോൾ ഉണ്ടാകുന്ന അധിക ജീവനക്കാരെ പിരിച്ചുവിടേണ്ടത് ഇല്ല എന്നുള്ളതും ഈ താത്കാലിക ജീവനക്കാർക്ക് ഒരു ആശ്വാസകരമാണ്. അവരെ മറ്റ് സ്ഥാപനങ്ങളിലേക്ക് ഒരു നിയമനം നൽകും എന്നതാണ് നിലവിൽ ലഭിക്കുന്ന സൂചനകൾ. പകരം അവരെ ഭാവിയിൽ ഉണ്ടാകുന്ന ഒഴിവുകളിലേക്ക് പുനർവിന്യസിക്കുന്നതിനായി വകുപ്പുകൾ പ്രത്യേക പട്ടിക തയ്യാറാക്കണം. ഈ വർഷത്തെ പുതുക്കിയ എസ്റ്റിമേറ്റ് തുക യഥാർത്ഥ ബഡ്ജറ്റ് തുകയേക്കാൾ കൂടാൻ പാടില്ല എന്നും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. റവന്യൂ വരുമാനം വേഗത്തിൽ സമാഹരിക്കാനുള്ള നിർദ്ദേശങ്ങൾ വകുപ്പുകൾ സമർപ്പിക്കണം. ഈ വർഷത്തെ നികുതി ഇതര കുടിശ്ശികയുടെ കൃത്യമായ കണക്കുകളും ഇവ ഈടാക്കാൻ സ്വീകരിച്ച നടപടികളും അറിയിക്കണമെന്ന് സർക്കുലറിലുണ്ട്. അതേസമയം ഭരണമാറ്റത്തിന് പിന്നാലെ പുതിയ ഡയറി പുറത്തിറക്കാൻ സർക്കാർ തീരുമാനിച്ചിരിക്കുകയാണ്. മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും MLA-മാരുടെയും ഇവരുടെയൊക്കെ പുതിയ സ്റ്റാഫ് അംഗങ്ങളുടെയും പുതിയ വിവരങ്ങൾ ചേർത്താണ് ഡയറി തയ്യാറാക്കാൻ പോകുന്നത്. അടുത്ത മാസം 24-ന് മുമ്പ് ഡയറിയിൽ ഉൾപ്പെടുത്തേണ്ട വിവരങ്ങൾ വകുപ്പുകൾ കൈമാറണം. ഈ വർഷം തുടക്കത്തിൽ LDF സർക്കാർ ഡയറി പുറത്തിറക്കിയിരുന്നു. വീണ്ടും ഡയറി തയ്യാറാക്കുന്നതിനാൽ അച്ചടിക്കുന്നവരുടെ എണ്ണം അത് പരമാവധി കുറച്ച് അതിലും ഒരു ചെലവ് ചുരുക്കൽ കൊണ്ടുവരാനാണ് VD സതീശൻ സർക്കാരിന്റെ തീരുമാനം. പകരം ഡിജിറ്റൽ ഡയറി ഉപയോഗിക്കാൻ നിർദ്ദേശം നൽകുകയും ചെയ്യും. ഭരണാധികാരികളുടെയും ഓഫീസുകളുടെയും പ്രധാന ഉദ്യോഗസ്ഥരുടെയും വിവരങ്ങളടങ്ങിയ 300 പേജുകളോടുള്ള ഡയറി പൊതുഭരണ വകുപ്പാണ് ഇപ്പോൾ പുറത്തിറക്കുന്നത്.